മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഭാഷ വരും. ലറ്റിൻ സ്റ്റൈലിൽ പോകുമ്പോൾ വധൂസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാനെന്നിട്ട് പറഞ്ഞാൽ നമ്മൾ മലയാളം അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഏറ്റവും. അപ്പോൾ നോക്കി അപ്പോൾ നമ്മുടെ ആളുകൾ എവിടേക്ക് എത്തി. ഒരാൾ വളരെ ഡള്ളായിട്ട് നിന്ന ആൾ ഒരു യാത്രയ്ക്ക് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു, വളരെ ആക്റ്റീവ് ആവുന്നു, റിഫ്രഷിങ് ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ ഒരു 10,000 റുപ്പീസ് ഫുഡിന് മാത്രം വരും. ഇപ്പോൾ ഈ യൂറോപ്പിൻ്റെ ട്രാവലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകൾ എപ്പോഴും വറൈഡായിട്ടുണ്ടാവുക ഒരു വിസ പ്രോസസ്സിനെ കുറിച്ചായിരിക്കും. ഒരുപാട് പേർക്ക് ഈ വിസയുടെ എങ്ങനെയാണ് പ്രോസസ്സെന്ന് അറിയാനുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് യൂറോപ്പ് വിസ? അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ ഇൻ്റർനാഷണൽ ആദ്യമായിട്ട് പോകുന്ന ആൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ ആദ്യമായിട്ട് വന്ന ആൾക്ക് വിസ കിട്ടുമോ? എങ്ങനെയാണ് ഈ വിസയുടെ ടോട്ടൽ ഒരു ഓവർവ്യൂ വരുന്നത്? വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്പ് US എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആളുകൾക്ക് എന്താണ് ഒരു പേടിയുള്ള സംഭവം തന്നെ. കാരണം ഇത് ആളുകളെ ഒരു മിത്തായിട്ട് എപ്പോഴും പറഞ്ഞാൽ അത് ചിലപ്പോൾ കിട്ടില്ല, നമുക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണോ, നമുക്ക് എന്തായാലും കിട്ടും. ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണ്, നമ്മളെ ബാങ്കിൽ അത്യാവശ്യം പേയ്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ റിട്ടയർഡാണ്, ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യുന്ന പെൻഷൻ വരുന്നുണ്ടാവും, അതെന്തായാലും കിട്ടേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് നമ്മൾ ITR അടക്കുന്നുണ്ടാവും, നമ്മളെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ഉണ്ടാവും, ഉണ്ടോ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ നമ്മൾ ഫാമിലിയോടൊപ്പം പോയി എന്നുള്ളത് ഇപ്പോൾ ഒരു ഏജ് കാറ്റഗറി ഇതിൽ പറഞ്ഞ പോലെ 50 above ഒക്കെ ആണെങ്കിൽ എന്തായാലും കിട്ടും. 50ൻ്റെ താഴേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ നിൽക്കും എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് പോവാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാനൊക്കെ എല്ലാവർക്കും ഓൺലൈനിൽ പറ്റും. ആർക്കായാലും നമ്മൾ ഒരു യൂറോപ്യൻ വിസ എന്ന് പറഞ്ഞാൽ ഷെങ്കൻ വിസ നമുക്ക് ഓൺലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും, വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. ഇതിൻ്റെ ഫയൽസ് കൊടുക്കാനുള്ള ചെക്ക് ലിസ്റ്റ് അതിൽ കിട്ടും. ചെക്ക് ലിസ്റ്റിനപ്പുറം കവർ ലെറ്റർ എന്നുള്ള സംഭവമുണ്ട്. ഈ കവറിംഗ് ലെറ്ററിൽ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, എഴുതി ചേർക്കുന്നത്, ഇവിടെയാണ് വിസ കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നമ്മൾ വളരെ, അതായത് ആര് ത്രൂ ആയിക്കോട്ടെ, ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഈസി ആയിട്ട് വിസ കിട്ടും. ഇത് പരീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ കിട്ടില്ല. ചെയ്ത് പരിചയമുണ്ടോ, നമുക്കറിയാം കവർ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണെന്ന്. ആ ഫോർമാറ്റിൽ അയാളെ എന്ത് ചെയ്യുന്നു, നമ്മളിതിൽ കാണിച്ചു കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടുന്നത് ഞങ്ങളവിടെ പോകും, ഞങ്ങൾ ടൂറിസ്റ്റ് ആസ്പെക്റ്റിനാണ് പോകുന്നത്, തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ രീതിയിലുള്ള സോഴ്സസ് ഉണ്ട്, എനിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവിടെ അല്ലാതെ തന്നെ സോഴ്സസ് ഉണ്ട്, പിന്നെ എന്തിനു ഞാൻ അവിടെ നിൽക്കണം, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കുറേ ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ഇത് നമ്മളെ കവറിംഗ് ലെറ്ററിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമുക്ക് ഇൻ്റർവ്യൂ ഇല്ല യൂറോപ്പിന്. USനാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, നമ്മളെ കോൺഫിഡൻസ് ആണ് അവർ നോക്കുക. പക്ഷേ യൂറോപ്പിന് എന്തില്ല, ഇൻ്റർവ്യൂ ഇല്ല, നമ്മൾ പേപ്പറെ സബ്മിറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ പേപ്പറാണ് സംസാരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. സോ ആ പേപ്പറിൽ വളരെ കൃത്യമാണോ വിസാസ് കിട്ടും. പല ഗ്രൂപ്പ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഹാഫ് അല്ലെങ്കിൽ 35-40 പേര് കൊടുത്തു കഴിഞ്ഞാൽ 35 പേര് റിജക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്, 25 പേര് റിജക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. സോ ആ ഹിസ്റ്ററി എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യണം. എന്നിട്ട് കൊടുക്കുന്ന ഏജൻസിക്ക് ഇത് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ള ഏജൻസികൾ കൊടുക്കും. ഇപ്പോൾ എന്താ വെച്ചാൽ 90% ചാൻസാണ് നമുക്ക് കിട്ടാനുള്ളത്. 10% എപ്പോഴും നമുക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ഫാക്ടർ കണ്ടിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നതിൽ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മളൊരു സിംഗിൾ ലേഡിയായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ റിജക്ഷൻസ് വരുന്ന ചാൻസസ് ഇപ്പോൾ കാണുന്നുണ്ട്. സിംഗിൾ ലേഡീസ് പോയിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ നേഴ്സായിട്ട് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വിസയിൽ പോയിട്ട് ചാടുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ചില കേസുകൾ വരും. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ടൂറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡിനെ കൂടിയും കൂട്ടിയിട്ട് അപ്ലൈ ചെയ്യുക, അപ്പോൾ വിസ കിട്ടും. നമ്മൾ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നം നമ്മൾ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ നമുക്ക് എന്താണ് ലൂപ്പ് കാണാൻ പറ്റുന്നത് അത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിസ കിട്ടുന്നത് വലിയൊരു ടാസ്ക് അല്ല എന്നുള്ളതിനാണുള്ളത്. പക്ഷേ പ്രൊവൈഡഡ് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഒരു എന്താ പറയുക ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റണം. കമ്പാരിറ്റീവ്ലി എന്താണ് US വിസയൊക്കെ പോലെ തന്നെ അത്ര US വിസേൻ്റെ അത്ര ടാസ്ക് ഇല്ല, ടഫ് ഇല്ല. യൂറോപ്പ് നമുക്ക് കിട്ടും, പക്ഷേ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, ഡോക്യുമെൻറ്റേഷൻസ്. ഓക്കെ. പിന്നെ ഈ യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നോർമലി നമ്മൾ സംസാരിച്ചു വന്ന സമയത്ത് പല സംസാരിച്ചായിരുന്നു, ലൈക്ക് എക്സ്പെൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്? ഒരു ദിവസം അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് വരും? അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് UK പോകുന്നുണ്ട്. UK പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.5 ലക്ഷം 4.5 ലക്ഷം രൂപയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു മാസം കിട്ടുന്നത്. പക്ഷെ അവിടുത്തെ എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ചാർജാണ്. വലിയ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിന് ഒരു മെട്രോ കയറുകയാണെങ്കിൽ ഒരു ട്യൂബ് എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ 4.5 യൂറോ 5 യൂറോ റിട്ടേൺ അടക്കം വരും. ഒരു ദിവസം ട്രെയിൻ എടുത്ത് പോകുന്ന ഒരാൾക്ക് ഏകദേശം 10-12 യൂറോ വരും. 1200 രൂപ ഒരു ദിവസം യാത്രക്ക് വേണ്ടി മാത്രം വരും. ഫുഡിന് അത്ര വരും. അത് ഞാൻ പറയുക UK അത് യൂറോപ്പിലും സെയിം ആണ്. അതൊരു ഫുഡ് കഴിക്കണമെങ്കിൽ എന്തിനും നമ്മളൊരു വെള്ളം കുടിക്കണമെങ്കിൽ 2 യൂറോ ആണ്
ചെറിയ വാട്ടർ ബോട്ടിലിൻ്റെ ചാർജ് 2 യൂറോ, അത് 200 രൂപ. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ. അത് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, അതിനനുസരിച്ചിട്ട് അവരുടെ കറൻസി അങ്ങനെയാണ്. നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ആകെ ഒന്നേ നമ്മൾ ചെയ്യാൻ പാടില്ല, അതായത് ഇന്ത്യൻ റുപ്പിയായിട്ട് ഒരിക്കലും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് കോഫി കുടിക്കാൻ പറ്റുമോ, എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അവിടെ പോകുന്നു, നമ്മൾ എന്താണ് നമ്മൾ കയ്യിൽ. ഇപ്പോൾ ഫിനാൻഷ്യലി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്ക് യൂറോപ്പ് പോകാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്കും എന്തൊരു ഓപ്ഷൻസ് ഉണ്ട്. അല്ല, ഇതിപ്പോൾ ഫിനാൻഷ്യലി സ്ട്രോങ് അല്ല, അയാൾക്ക് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ്സ് അവിടെ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ക്രോയിസൻസ് കിട്ടും. ക്രോയിസൻസ് തന്നെ ഈവനിങ് ആകുമ്പോൾ ഡീൽസ് ഉണ്ടാവും, റേറ്റ് കുറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവും. ഈവനിങ് ആകുമ്പോൾ അവർ എക്സ്പയർ ചെയ്യുന്നത് അവർ നാളത്തേക്ക് വെക്കില്ല, അതിൻ്റെ ഡീൽസ് കിട്ടും. അതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പോയി വരണമെന്ന ഒരാൾ ഒരിക്കലും എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ തിരിച്ചു പോകേണ്ടി വരും. കാരണം ഒരു ഡിന്നറിന് 15 യൂറോ 20 യൂറോ 2000 രൂപ കൊടുത്തിട്ട് ഡെയിലി ഫുഡ് കഴിക്കുക. 3 നേരം ആ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു Booking.com റൂം ബുക്ക് ചെയ്യണം, ഒരാൾ സെപ്പറേറ്റ് പോകുമ്പോൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ പോലും ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഇൻക്ലൂഡ് അല്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും, 2500 to 3000 മിനിമം ചാർജ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ ഒരു 10,000 റുപ്പീസ് ഫുഡിന് മാത്രം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്നല്ല, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ടൂറൊക്കെ പോവുകയാണെങ്കിൽ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കോട്ടാണ് റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ വലിയ ചാർജാണ് നമുക്ക് വരിക. 20 യൂറോ 25 യൂറോ ഒക്കെ വരുന്നത് നമുക്കൊരു ചെറിയൊരു ഹയർ ചെയ്ത് പോകാൻ. അല്ലെങ്കിൽ ലോക്കൽ ട്രാൻസ്പോർട്ടിൽ പോകാൻ നമുക്ക് അത്രയും അറിയണം. ലോക്കൽ ട്രാൻസ്പോർട്ട് പോകാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യും. പക്ഷേ അതൊക്കെ വളരെ ടഫ് ടാസ്ക്കാണ്, ഒരിക്കലും കഴിയില്ല നമുക്ക്. കാരണം ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ പോയി ഇറങ്ങും, നമുക്ക് ഏതാ സ്ഥലമൊന്നും അറിയില്ല, ഒരാളോട് ചോദിക്കാനും അറിയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എത്ര ഓൺലൈന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ചെറിയ എന്ത് ചെയ്യും എക്സ്പെൻസുകൾ നമുക്ക് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഗ്രൂപ്പ് ടൂർ പോകുന്ന സമയത്ത് എക്സ്പെൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കുറക്കാൻ കഴിയും. അത് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 11 രാജ്യം പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 2,98,000 നമ്മളൊരു പാക്കേജ് കൊടുക്കുന്നുണ്ട് 11 രാജ്യങ്ങൾ. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നെ ഒരു രാജ്യത്തിന് എത്ര വന്നു, 25,000 അല്ലേ വരുന്നുള്ളൂ, അല്ലേ? 25,000 to 29,000 ആണ് അതിൻ്റെ ചാർജ് വരുന്നുള്ളൂ. അതിലൊരു രാജ്യമാണ് കവർ ചെയ്യുന്നത്. നമ്മൾ മലേഷ്യക്ക് എത്ര കൊടുക്കുന്നുണ്ട്, തായ്ലൻഡിലേക്ക് എത്ര കൊടുക്കുന്നത്, തായ്ലൻഡിലേക്ക് 50 to 60 ആണ് ചാർജ് ഒരു രാജ്യത്തിന്. അപ്പോൾ നമ്മൾ ഒരൊറ്റ യാത്രയിൽ 3 lakhൻ്റെ അബവ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ യാത്രേൻ്റെ പ്രത്യേകത. അപ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണതിനെല്ലാം കവർ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ എന്തായാലും നമ്മൾ 10-12 ദിവസമായിരിക്കും അവിടെ ഉണ്ടാവും. ആ സമയത്ത് നമ്മളിങ്ങനെ ഇന്ത്യൻ കറൻസി ആയിട്ട് കാൽക്കുലേറ്റ് ഒരിക്കലും കണ്ടത്. അത് നമ്മളിപ്പോൾ പെട്രോൾ സ്റ്റേഷൻസിലൊക്കെ നിർത്തും. ആ സമയത്ത് ഞാൻ പറയും കോഫി കുടിക്കണം, പറയും ഇന്ന് കോഫി കുടിച്ചോ. അവിടെ പോയിട്ട് കോഫിക്ക് 5 യൂറോ ആണോ, എന്നാൽ വേണ്ട 500 രൂപക്ക് കോഫി കുടിക്കുക, എന്തിനു കുടിക്കുന്ന പറയും. ഞാൻ പറയും അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ള, ഞാൻ പറയും നിങ്ങൾ കയ്യിലൊരു 400 യൂറോ കൊണ്ടുവന്നോ, എന്നിട്ട് സ്പെൻഡ് ചെയ്തോടെ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ. ഇപ്പോൾ ഞാനൊരു പാക്കേജ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഞാൻ കൊടുക്കുന്നത് മാത്രം കഴിച്ചു, അപ്പോൾ നിങ്ങളായാലും ഞാൻ തരുന്നത് മാത്രം കഴിച്ചു, അവിടെ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. നമ്മളെ ഭാഗമായിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അതങ്ങനെ തന്നെയാണ്. അത് എത്ര പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാലും നമ്മളെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു നമ്മൾ ഇൻക്ലൂഷൻസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവും. അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റ്സിൽ പോയിട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാനോ, ഇതൊക്കെ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് എന്തോ ഒരു ഇതിൻ്റെ, അതായത് നമ്മൾ പറയുമ്പോൾ കൾച്ചർ കിട്ടി. അതിനോടൊപ്പം ഇവിടെ എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വന്തമായിട്ട് അവിടെ പർച്ചേസ് ചെയ്യുന്ന രീതി മനസ്സിലാവും. അത് കോഫി കുടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നു, കോഫിക്ക് അവിടെ മെഷീൻ ഉണ്ടാവും, ഗ്ലാസ് എടുക്കുന്നു, നമ്മൾ കോഫി എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ പോകണം. എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ബില്ല് ചെയ്യാനാണ് പോകുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്ത് പോകാം, കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റും സൂപ്പർ മാർക്കറ്റിൽ. വേറെ ഒരു ബില്ലർ, ഒരു കാഷ്യർ ആരും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് സ്ഥലങ്ങൾക്കപ്പുറം ഇങ്ങനത്തെ സാധനങ്ങളോട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പോയ യാത്രയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് അതിൽ ഉള്ളത്. നമ്മളിപ്പം യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസാണ് അതിൻ്റെ ഈ ഫാഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻസിൻ്റെയൊക്കെ ഒരു ഈറ്റിലായിട്ട് പറയാം. ഏറ്റവും ഇനീഷ്യൽ ഫാഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യങ്ങളും എല്ലാം ഫ്രഞ്ച് ഡിസൈൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതേപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ സാറ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഫ്രാൻസ്. അത് നമുക്ക് വിസിബിളി നമുക്ക് അറിയാൻ പറ്റുമോ, അവിടെ ചില ആളുകളുടെ വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരാണ് ഫാഷൻ ലോകം ഭരിക്കുന്നതെന്നുള്ള നമുക്ക് അറിയാൻ പറ്റുമോ?
ഫ്രാൻസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ ഷോക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ നോക്കുന്നത്. പക്ഷെ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസായിരിക്കും, അല്ലെങ്കിൽ ഷർട്ട്സോ അല്ലെങ്കിൽ ടീസോ അല്ലെങ്കിൽ ഹുഡീസോ എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും. പെർഫ്യൂംസ്, എല്ലാവരും പെർഫ്യൂംസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഷാംസ് എലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവന്യൂ ഉണ്ട്. ഇതിലൂടെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും നമ്മൾ കാണുന്നത് നമ്മൾ അറിയപ്പെടുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ്. ലൂയി വിറ്റൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ലൂയി വിറ്റൻ്റെ ഒരു സ്യൂട്ട് കേസിൻ്റെ ഒരു ഇതുണ്ട്. ആ ബിൽഡിങ്ങൊക്കെ അവിടെയാണ് വരുന്നത്, ലൂയി വിറ്റണ്. അതുപോലെ ഡയറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയർ അവിടെ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ബ്രാൻഡുകൾ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഗുച്ചിൻ്റെ ബ്രാൻഡ്സിൻ്റെ അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്രാൻസിൽ കാണാൻ പറ്റും. ഒരു ഫാഷൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ കാണുന്നുണ്ടാവും ഒരുപാട് ഫാഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാണുന്നതൊക്കെ ഈ ഫ്രാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ക്ലിയറായിട്ട് എവിഡൻ്റ് എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ള ആളുകളെല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നുള്ളത്. അതായത് എക്സ്പെൻസീവ് ആണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആളുകൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം വരുന്ന അതെ അതായത് നമ്മളിപ്പം വരുന്ന ആളുകൾ ഷോപ്പ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. നമുക്ക് ഷോപ്പ് ചെയ്യാൻ അങ്ങോട്ടോ പോകാമെന്ന്. ഷോപ്പ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടാൽ ഇങ്ങോട്ടൊക്കെ വിടാനുള്ളത്. ഇവിടെ എക്സ്പെൻസീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൽമൈൻ പാരീസിൻ്റെ മറ്റുമൊക്കെ ആണെങ്കിൽ ഒരു ടീഷർട്ടിനെ വരും 60,000 45,000. നമ്മൾ എപ്പോഴും പല ആളുകളും വിചാരിക്കുന്നില്ല, ചില ആളുകളൊക്കെ നന്നായിട്ട് ഷോപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മാർജിൻ എവിടെ നിന്ന് കിട്ടും എന്നുള്ള അങ്ങനെ ഒരു സ്ഥലം നമുക്ക് ശരിക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല പാരീസിൻ്റെ അകത്ത്. പിന്നെ ചെറിയ ഏരിയാസ് ഉണ്ട്, അവിടെ ഒന്നും നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിക്കോളൊന്നുമില്ല. ശരിക്കും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ഡാവിഞ്ചി, പിക്കാസോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ, മൈക്കലാഞ്ചലോ, അവരൊക്കെ അവർ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആർട്ടിസ്റ്റിക്സ് ഇപ്പോഴും ഫ്രാൻസിൽ നിലനിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ ബിൽഡിങ്സും ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നത്, അന്ന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ രീതിയിൽ മെയിൻറ്റൈൻഡ് ആണ്. ഒരു യൂണിഫോമിറ്റി ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അസർബൈജാൻ കൊണ്ടുപോകുന്നതാണ്. അസർബൈജാനിൽ ബാക്കു സിറ്റിയിലേക്കാണ് നമ്മൾ പോവാം. ഈ ബാക്കു സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് ആളുകൾ വന്നിട്ടാണ്. സോ എന്തിന് ഫ്രഞ്ച് ആളുകളെ കൊണ്ടുപോകണം? അപ്പോൾ ഇവരുടെ സിറ്റി അത്രയും ഭംഗിയായതുകൊണ്ടാണല്ലോ ഫ്രഞ്ച് ആളുകളെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നത്. സോ ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങും ആ രീതിയിൽ തന്നെ മെയിൻറ്റൈൻഡ് ആണ്. പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നത് ആ രീതി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് ഫ്രാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല അവിടെ പാരീസിൻ്റെ അകത്ത് തന്നെ പഴയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ രീതിയുണ്ട്. അത് ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൈ സ്ക്രാപ്പേഴ്സ് കാണാൻ പറ്റില്ല. ദുബായ് പോയ പോലെ പാരീസിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ആ ബിൽഡിങ്ങിനൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈലുണ്ട്. ഈ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സ്കൈ സ്ക്രാപ്പേഴ്സ് ഉള്ള ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ മാത്രമേ അതിനുള്ള ഉണ്ടാക്കാൻ ലൈസൻസ് പോലും കൊടുക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഹൈറ്റ് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഹൈറ്റ് ഈഫൽ ടവറിൻ്റെ മുകൾക്ക് പോകാൻ പാടില്ല. ഈഫൽ ടവർ ആയിരിക്കണം അവിടെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കേണ്ടത്. നമ്മൾ പാരീസിൻ്റെ സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബിൽഡിങ്ങുകൾ ഒക്കെ അലൈൻ ചെയ്തതായിട്ട് കാണാമെന്ന് പറയപ്പെടാറുണ്ട്. ഇത് സാറ്റലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവന്യൂസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈഫൽ ടവർ അത് ലോകാത്ഭുതമായിട്ട് ആയി എന്നല്ല, അതൊരു നിലനിർത്തുന്നതാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ ബിൽഡിംഗ് വരാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ പണിതിട്ടുള്ളത് ഈ ഫ്രഞ്ചുകാരാണെന്നുള്ളതിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഫ്രഞ്ചുകാരല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ ഈഫൽ ടവർ ലോകാത്ഭുതങ്ങളായിട്ട് നിലനിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ലോകാത്ഭുതം തന്നെയാണ്. സ്റ്റീൽ കൺസ്ട്രക്ഷനാണ് ഈഫൽ ടവർ. സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ വെൽഡിംഗ് ഒന്നും ചെയ്യാതെ നെറ്റ്സ് മാത്രം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്രയും കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ള ഇതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് വരാതിരിക്കാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ശരിക്കും ഒരു ഗേറ്റ് പോലെ ഒരു എക്സിബിഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, പിന്നീട് അവരെ നിലനിർത്തി കൊണ്ടുപോയതാണ്. അതാണ് ഈഫൽ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സിബിഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ളൊരു സംഭവം അവർ വീണ്ടും നിലനിർത്തി. എക്സിബിഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളിപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ട്, ഇതിൻ്റെ 100th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഫ്രാൻസിലുള്ളൊരു മ്യൂസിയം ഉണ്ടല്ലോ, ലൂവ്രെ മ്യൂസിയം. ലൂവ്രെ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പാലസാണ്. ഈ പാലസിന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരുപാട് ഫിലിംസിലുണ്ട് അത്. അപ്പോൾ ലൂവ്രെ മ്യൂസിയം പിരമിഡിൻ്റെ രീതിയിലാണുള്ളത്. ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ് ലൂവ്രെ മ്യൂസിയം പോകുന്നത്. ലൂവ്രെ മ്യൂസിയം പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാഴ്ച എന്ന് പറഞ്ഞാൽ മൊണാലിസയുടെ ചിത്രമാണ്. മൊണാലിസയുടെ ചിത്രം നമുക്കതിൻ്റെ ഒറിജിനലായിട്ട് കാണാൻ പറ്റും ലൂവ്രെ മ്യൂസിയത്തിൽ. അത് നോർമലി നമ്മളിവിടുന്ന് പോകുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, വിസിറ്റ് ചെയ്യുന്നില്ല.
പക്ഷെ അത് കാണേണ്ട ഒരു സംഭവമാണ്. നമ്മൾ പാരീസ് വരെ എത്തിയിട്ട് അത് കാണാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ലോകത്ത് വേറൊരു പീസ് ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഡിസ്നി ലാൻഡൊക്കെ ഉണ്ട്. ഡിസ്നി ലാൻഡൊക്കെ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോയി കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മൾ ക്യൂ നിന്നിട്ടാണെങ്കിലും കാണാം. നമ്മളത് കണ്ടിരിക്കുന്നു നമുക്ക് പറയാമല്ലോ. നമ്മൾ അത്രയും പേയ്മെൻറ്റ് ലെജൻഡറി ആയിട്ടുള്ളത് അതൊക്കെ കണ്ടു എന്ന് പറയാം. ലൂറോ മ്യൂസിയത്തിൻ്റെ അതുപോലെ തന്നെ ഒരു മ്യൂസിയം നമ്മളിവിടെ ഉണ്ട്, ദുബായിലുണ്ട്, നോക്കി മനസ്സിലാവും. പിന്നെ നമ്മൾ യൂറോപ്പ് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കാറ്? നമ്മൾ ഗ്രൂപ്പ് ടൂർ പോകുന്ന സമയത്ത് യൂറോപ്പിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രാൻസ് പോകുന്നുണ്ട്, ജർമ്മനി പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10 രാജ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ജർമ്മനി, അതുപോലെ സ്ലോവേനിയ, ലെറ്റിൻസ്റ്റെയിൻ, ഇറ്റലി, ഓസ്ട്രിയ, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ. അത് ഒരു 10 രാജ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ സമയം കൂടും. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, അത്രയും സമയം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ആളുകളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് യാത്ര ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലൂടെയാണ് നമ്മൾ കവർ ചെയ്തത്. അത് ഏകദേശം ഒരു 10 രാജ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, 9 to 10 രാജ്യം. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് 9 രാജ്യം കവർ ചെയ്യുന്നുണ്ട്, ഒന്ന് 10 രാജ്യം കവർ ചെയ്യുന്ന വേറെ ട്രിപ്പുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കില്ലേ ഭയങ്കര? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടപ്പാച്ചിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടപ്പാച്ചിലാവും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ ഓട്ടപ്പാച്ചിലാവും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ 1.5 മണിക്കൂർ എടുത്തു, 1 മണിക്കൂർ എടുക്കുന്നിടത്ത് 1.5 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് 1/2 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ, പക്ഷേ കറക്റ്റ് ടൈമായിട്ടാണ് പോകുന്നത്. സോ ആരാണിത് കണ്ടക്ട് ചെയ്യുന്നത് അവർക്കനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ പ്ലാന്. അതായത് എല്ലാ പ്ലാനും എല്ലാവരും ഓൾമോസ്റ്റ് ചെയ്യുന്നത് സെയിമാണ്. പക്ഷേ ഇതിനെ കണ്ടക്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ എല്ലാവരും സിസ്റ്റമാറ്റിക് ആവാനാണ് ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അത് പുറത്ത് കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് ഈ പറയുന്ന സ്പീഡിൽ പോയാലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ നമ്മളെന്തായാലും കണ്ടിരിക്കും. അതായത് നമുക്കിപ്പോൾ കാണാനുള്ള, ഇപ്പോൾ ഈ പാരീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാനുള്ളത്, നമ്മൾ നോർമലി കാണുന്ന ഐഫൽ ടവർ, സെയിൻ റിവർ, അതായത് സെയിൻ നദിയിലൂടെയുള്ളൊരു ക്രൂയിസ്, അതുപോലത്തെ പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലൂറെ മ്യൂസിയം, ആർക്ക് ഡി ട്രയംഫ് എന്ന് പറഞ്ഞുള്ള ഏരിയ, അത് പാരീസ് സിറ്റി, ഇത്രയേ കാണാനുള്ളൂ. ഒരു ദിവസം എക്സ്ട്രാ നിന്നാലും നമുക്ക് ഇത്രയേ കാണാനുള്ളൂ. 2 ദിവസം എക്സ്ട്രാ നിന്നാലും ഇതന്നെ കാണാനുള്ളൂ. സോ നമ്മൾ ആ എക്സ്ട്രാ നിൽക്കുന്നതിൻ്റെ എക്സ്പെൻസ് മാത്രമേ കൂടുന്നുള്ളൂ. സോ എക്സ്ട്രാ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാണാനുള്ളത് വളരെ പ്രിസൈസായിട്ട് കണ്ടുപോകാന്നുള്ളതാണ് ഉള്ളത്. പക്ഷേ അതെങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു, ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാതെ വെച്ചാൽ 9 രാജ്യങ്ങൾ 10 രാജ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ 10 രാജ്യങ്ങൾ 12 ദിവസം കൊണ്ട് എന്താ ഇപ്പോൾ ഇത്? നമ്മളിവിടെ കേരളത്തിൽ തന്നെ ഒരാഴ്ച എടുക്കുന്നുണ്ട് സ്ഥലങ്ങൾ കാണാൻ. നമ്മൾ വയനാട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നാർ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസം എടുക്കുന്നുണ്ട്. പിന്നെയാണ് രാജ്യങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുന്ന് വയനാട് പോകുന്ന അല്ലെങ്കിൽ മൂന്നാർ പോകുന്ന ദൂരേ ഉള്ളൂ ഓരോ രാജ്യങ്ങൾ. അത്ര പോലും മൂന്നാറിലേക്ക് പോകുന്ന ദൂരം പോലും ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് കാലിക്കറ്റിൽ നിന്ന് നമുക്ക് കാസർഗോഡ് പോകുന്ന ദൂരേ ഉള്ളൂ എന്ത് അടുത്ത രാജ്യത്തേക്ക്, അത്രയും ഉണ്ടാവുന്നില്ല. നമ്മളിപ്പോൾ ഫ്രാൻസ് ബെൽജിയത്ത് പോകുമ്പോൾ 2 മണിക്കൂറുള്ളൂ. ബെൽജിയത്തിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ വീണ്ടും കുറച്ച് സമയമുള്ളൂ. പിന്നെ നെതർലാൻഡ്സിലേക്ക് പോകുമ്പോൾ 1.5 മണിക്കൂറുള്ളൂ. സോ അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്. ഒരു ചെക്ക് പോസ്റ്റും ഇല്ല, ഒരു ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ആരും നമ്മുടെ പാസ്പോർട്ട് പോലും നോക്കുന്നില്ല. പിന്നെ എന്താ അവിടെ ഒരു സമയം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസിയാണ്. അതാണ് ഇത്രയും രാജ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ രാജ്യങ്ങളൊക്കെ ഇത്രയും അടുത്തിപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ അടുത്തതാണെങ്കിൽ പോലും കൾച്ചറലി പിന്നെ ലാംഗ്വേജ് വൈസ് ആയിട്ടാണെങ്കിലും ക്ലൈമറ്റ് വൈസ് ആയിട്ടാണെങ്കിലും എല്ലാം ഡിഫറെൻറ്റ് ആണെന്നാണ്. അതെ ഡിഫറൻ്റ് ആണ്. നല്ല അതായത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറിന് യാതൊരു ഇതില്ല. കൾച്ചർ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റ് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ. യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു കൾച്ചറല്ല, പക്ഷേ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അവർ രാജ്യങ്ങളായിട്ട് തന്നെ എപ്പോഴും നിൽക്കണം. അവരെ കൾച്ചർ എങ്ങനെയാണോ, അതായത് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് രാജ്യങ്ങളായിരുന്നു അല്ലോ, അതുപോലെ തന്നെ യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളാണ്. നമ്മളത് യൂണിഫൈ ചെയ്തിട്ട് ഇന്ത്യയാക്കി മാറ്റി. അതുപോലെ യൂറോപ്പിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും അത് രാജ്യങ്ങളായിട്ട് നിലനിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ കൾച്ചർ വേറെയാണ്, തമിഴ്നാട്ടിലെ കൾച്ചർ വേറെയാണ്, കർണാടകയിൽ വേറെ കൾച്ചറാണ്, സംസാരിക്കുന്ന വേറെ ഭാഷയാണ്, നമ്മൾ സംസാരിക്കുന്ന വേറെ ഭാഷയാണ്. സിമ്പിൾ ലോജിക്കാണ്. ഇതന്നെ അന്ന് അവർ രാജ്യങ്ങളാണ്, അവർ യൂണിഫൈഡ് രാജ്യം ആക്കിയിട്ടില്ല, ഇപ്പോഴും അവരെ രാജ്യമായിട്ട് നിലനിന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ യൂറോപ്പിൽ പോകുന്ന സമയത്ത് ഫ്രാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റലി എത്തുമ്പോൾ ഇറ്റലിയിൽ എന്തുണ്ടാവും, എപ്പോഴും വാമറായിരിക്കും. അത് തുടങ്ങിയിട്ട് നമ്മൾ അവസാനിക്കുന്ന സമയത്ത് ഇറ്റലിയിൽ എപ്പോഴും വാമായിട്ടായിരിക്കും നിൽക്കുന്നത്. തണുപ്പ് കൂടുതൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ അനുഭവപ്പെടും. പിന്നീട് അതിങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും, നമുക്ക് കൂടി വരുന്ന രീതിയിലാണ് നമുക്ക് കാണുക. അപ്പോൾ ഇത്രയാണുള്ളത്. നമ്മളിപ്പോൾ രാജ്യങ്ങൾ പറഞ്ഞ പോലെ 9 രാജ്യങ്ങളാണ് നമ്മളൊരു യൂറോപ്യൻ യാത്രയിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. 9 to 10 രാജ്യങ്ങൾ പോകും. ഇതിൽ സ്ലോവേനിയ എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ഉണ്ട്. സ്ലോവേനിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ പോസ്റ്റാന കേവ് എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കേവാണ്. ഇത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. ലെറ്റിൻസ്റ്റേ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ലെറ്റിൻസ്റ്റേനെ എപ്പോഴും എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്.
അതായത് ആളുകൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു രാജ്യമാണ്. നമ്മളിപ്പോൾ ഒരു എണ്ണം, അതായത് കൺട്രിയുടെ കൗണ്ട് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്തെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെയും ഓസ്ട്രിയയുടെയും നടുക്കിൽ വരുന്നൊരു രാജ്യമാണ് ഓസ്ട്രിയൻ്റെയും. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇവർക്ക് ആർമി ഇല്ല, ഇവർക്ക് എയർപോർട്ടില്ല, ഇവർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ഒന്നും ഇവർക്ക് സ്വന്തമായിട്ടില്ല. ഇവരെ ഗാർഡ് ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡാണ്, സ്വിസ് ആർമിയാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സ്വന്തമായിട്ടൊരു രാജ്യമാണ്, ഇവർ GDP ഏറ്റവും ഉയർന്ന് നിൽക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും നീറ്റ്, ഒരു സൗണ്ട് പോലും നമ്മളവിടെ കേൾക്കില്ല. സിറ്റിയിൽ പോയാൽ പോലും വളരെ നീറ്റായിട്ടാണ് അത്. അവിടെ നമ്മൾ പോകുന്നു, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഇഷ്ടപ്പെടുന്ന ഈ രാജ്യമാണ്. സ്വിറ്റ്സർലാൻഡ് നല്ല എക്സ്പെക്റ്റേഷനിൽ വരുന്നതാണ്, ഈ രാജ്യം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷനിൽ വരാതിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എന്തൊരു സംഭവമായിട്ട് ലെച്ചിൻസ്റ്റേ എന്ന് പറഞ്ഞ രാജ്യത്തിനാണ് ഇഷ്ടം. ലെച്ചിൻസ്റ്റേയിലെ വധൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അതായത് നമുക്ക് ശരിക്കും നമ്മളുടെ ഒരു വില്ലേജിന് എത്ര വലുപ്പമുള്ളൂ, നമ്മളിവിടുത്തെ ഒരു വില്ലേജിന് എത്ര വലുപ്പമുള്ള ഒരു രാജ്യം, വെറും 40,000 ആളുകളെ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടുത്തെ കൃഷി എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ കുറച്ച് ആളുകളുള്ളെങ്കിൽ പോലും അവർ വൈൻ്റെ കൃഷി നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ വധൂസ് എന്ന് പറഞ്ഞ സിറ്റിയാണ്. വധൂസിൻ്റെ സിറ്റീൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ രാജാവിൻ്റെ പാലസ് ഉള്ളത്. ഒരു മലേൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ പാലസ് നേരെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയൊക്കെ കാണാം. അത്രേ ഉള്ളൂ. ആ സിറ്റി കാണാൻ പറ്റും, വധൂസിൻ്റെ സിറ്റി. ഈ പാലസിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും, അവിടെ ഈ പാലസിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് ഉണ്ടാവും. ആ ഫ്ലാഗ് പൊന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ രാജാവില്ല. അതിൽ രസകരമായിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട് അവിടെ, ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ടോയ് ട്രെയിൻ. അപ്പോൾ ഈ സിറ്റി കംപ്ലീറ്റ് അത് കവർ ചെയ്ത് പോകും. നമ്മളെല്ലാവരും അതിൽ കയറ്റുമ്പോൾ അവിടെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള സംബന്ധിച്ച് കഴിഞ്ഞാൽ, ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നിടത്ത് മലയാളമുണ്ട്. മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഭാഷ വരും. ലെറ്റിൻസ്റ്റേയിൽ പോകുമ്പോൾ വധൂസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഞാനിതൊരു പറഞ്ഞാൽ നമ്മൾ മലയാളം അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഏറ്റവും. അപ്പോൾ നോക്കി അപ്പോൾ നമ്മൾ ആളുകൾ എവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത രാജ്യമാണ് ലെറ്റിൻസ്റ്റേൻ, അധികം ആളുകളും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ പോലും മലയാള ഭാഷ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും റീച്ച് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ കോവിഡിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളെല്ലാവരും യാത്ര കൂടുതലാക്കിയ സമയത്ത് ആളുകൾ എല്ലാ സ്ഥലത്തേക്കും എത്തുക. നമ്മളെ ആളുകൾ തന്നെ, പല ആളുകളും വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, അല്ലാതെ തന്നെ ഇനി പാക്കേജ് എടുത്തിട്ടായിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, എന്താ പറയുക, ഹൈക്കിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹിച്ച് ഹൈക്കിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും രാജ്യങ്ങൾ കാണാം. സോ ഇതിൻ്റെ മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൾച്ചറിലെയും ഒക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ നോക്കിയാൽ ഒരു 5 വർഷം മുന്നേ ഉള്ള കേരളത്തിൻ്റെ ഒരു കൾച്ചറോ ആ ഒരു പാറ്റേൺ അല്ലല്ലോ ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് പേര് യാത്രയെക്കുറിച്ച് അറിയുന്നു. യാത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു വേറെ അവരെടുക്കുന്ന ഓരോ ആളുകളും ആ യാത്രയിൽ നിന്ന് എടുക്കുന്നത് ഇതാണ്. അത് വേറെ ഓരോ കാര്യങ്ങളാണ് എടുക്കുന്നത്. എല്ലാവരും ഒരുപോലെ തന്നെ ആയിക്കൊള്ളുന്നത്. ചില ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ ബിസിനസ് കൺസെപ്റ്റ്സാണ് എടുക്കുക. നമുക്ക് ഇന്ന കാര്യം ചെയ്ത് നോക്കിയാലോ. ഒരാൾ വന്നിട്ട് നമ്മൾ യാത്രയിൽ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സ്പൈസസാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് സ്പൈസസ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതാണ് അവിടെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഇതുപോലെ ഇറക്കാൻ കഴിയും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണുള്ളത്. അതുപോലെ അവിടുത്തെ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന രീതികൾ ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ചെയ്യുന്നത് അങ്ങനെ, അല്ലെങ്കിൽ ട്രാഫിക് എന്താണ് കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് തന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും കാണുന്നത് ഓരോ ആസ്പെക്റ്റിലാണ്. ടീച്ചേഴ്സ് കാണുന്നത് വേറെ രീതിയിലായിരിക്കും, പ്രൊഫസേഴ്സ് കാണുന്നത് വേറെ ആയിരിക്കും, അല്ലാതെ എടുക്കുന്ന IT മേഖലയിലുള്ള ആളുകൾ കാണുന്നത് വേറെ ആയിരിക്കും. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ ആളുകൾക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ഒരാൾക്ക് അവരുടെ സെൽഫ് തന്നെ ഒരു മാറ്റം സംഭവിക്കും. ഒരു യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം എന്ത് ചെയ്യുന്നുണ്ടാവും, ആ യാത്രയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ യാത്ര എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ യാത്രയിൽ ഏത് യാത്രയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജനറേഷൻ മാത്രമല്ല ഈ കാലത്ത് യാത്ര ചെയ്ത ആളുകൾ, യാത്ര കൂടാൻ തന്നെ കാരണം അതാണ്. ഓരോ യാത്ര കഴിയുമ്പോൾ ഓരോ അനുഭവമാണ് ഓരോരുത്തർക്ക് കിട്ടുന്നത്. അനുഭവത്തിനപ്പുറം ഇതൊരു റിഫ്രഷിങ്ങും റിജുവനേറ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. ഒരാൾ വളരെ ഡള്ളായിട്ട് നിന്ന ആൾ ഒരു യാത്രയ്ക്ക് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു, വളരെ ആക്റ്റീവ് ആവുന്നു, റിഫ്രഷിങ് ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ യാത്ര എപ്പോഴും മനസ്സിന് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തോ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഫീഡ്ബാക്കൊക്കെ എടുക്കുമ്പോൾ എല്ലാ യാത്രകളിലും ആളുകൾ പറയുന്നത് തന്നെ ഈ യാത്ര നമുക്ക് ജീവിതത്തിന് ഒരു പുതിയൊരു ഉണർവ് കിട്ടി എന്ന് പറയും. ഇപ്പോൾ ഞാൻ തന്നെ യാത്ര ചെയ്യുന്ന, നമ്മളിപ്പോൾ യൂറോപ്പ് പോകുന്നു, എപ്പോഴും ഞാൻ ആകെ പോകുന്നൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ്. യൂറോപ്പ് പോകുമ്പോൾ
ഞാൻ കണ്ട സാധനം തന്നെയാണല്ലോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കണ്ട ഒരു ഇതിനപ്പുറം നമുക്ക് കിട്ടുന്ന ഈ ഒരു ബഞ്ച് ഓഫ് ആളുകളെ കിട്ടുന്നു, പുതിയ ആളുകൾ കിട്ടുന്നു, ഇവരോട് സംസാരിക്കുന്നു. ഇതിൽ കിട്ടുന്ന ഒരു ത്രില്ലിലാണ് നമ്മൾ യാത്ര കണ്ടക്ട് ചെയ്യുന്നു, നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇവർക്കും എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ആളുകളെ കിട്ടുന്നു, പുതിയൊരു അനുഭവം കിട്ടുന്നു എന്നുള്ളതാണ് യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളൊപ്പം ഒരു ദിവസം കംപ്ലീറ്റ് തങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഒരാളൊപ്പം നിൽക്കുന്നത് മാത്രമല്ല, നമ്മളൊരു ബഞ്ച് ഓഫ് ആളുകളൊപ്പം 12 ദിവസം പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യാത്രേൻ്റെ ഒപ്പം പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളൊരു ബുക്കിലിരുന്ന് പഠിക്കുന്ന കോഴ്സ് പഠിക്കുന്നതിനപ്പുറം പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. മൊണാലിസിനെ കാണുന്നു, മൊണാലിസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ബുക്കിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. യഥാർത്ഥ മൊണാലിസ എന്താണ് എന്നുള്ളത് പിന്നെ ഒരാൾക്ക് എന്ത് ചെയ്യണ്ട, ഒന്ന് വായിക്കുക പോലും വേണ്ട, നമ്മൾ കണ്ടു കഴിഞ്ഞു, യാത്രയിൽ കണ്ടു കഴിഞ്ഞു. എയ്ഫൽ ടവർ, എന്തുകൊണ്ടാണ് എയ്ഫൽ ടവർ ഇത്രയും വലിയ സംഭവമായിട്ട് മാറുന്നു എന്നുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും അയാളുടെ ഉള്ളിലേക്ക് വരും. പീസ, ലീനിങ് ടവർ ഓഫ് പീസയാണ്. നമ്മളെല്ലാവരും പീസ എന്നാണ് പറയാം. പീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിയുടെ പേരാണ്, ആ പ്ലേസിൻ്റെ പേരാണ് പീസ. ലീനിങ് ടവർ ഓഫ് പീസ എന്നാണ് അതിന് പറയാം. സോ പീസ ഗോപുരം നമ്മൾ പോകുന്ന സമയത്ത് മനസ്സിലാവും അതൊരു ആർക്കിടെക്ചറൽ മിസ്റ്റേക്കാണ്, ഒരു മിസ്റ്റേക്കിനെ വണ്ടറായിട്ട് കാണും. പക്ഷേ ആ വണ്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടറായിട്ടാണ് തോന്നും. ആ മാർബിൾ കൺസ്ട്രക്ഷൻ പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു ബസിലിക്കൻ്റെ അപ്പുറത്ത് ഒരു ബെൽ ടവറാണ് ശരിക്കും ലീനിങ് ടവർ ഓഫ് പീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ബെൽ ടവറിൻ്റെ അപ്പുറത്ത് വളരെ കൃത്യമായ രീതിയിൽ അത് ചെരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത് കാണുമ്പോൾ എന്തുകൊണ്ട് അത് ചെരിഞ്ഞ് നിൽക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ആർക്കിടെക്ചർ ആസ്പെക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റാണ്, അത് ആൾക്ക് ഒരു പുതിയ അറിവാണ് എന്തുകൊണ്ട് ഇതെങ്ങനെ വന്നു. അപ്പോൾ അത് അടിയിലെ മഡിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ആ മഡ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, എന്തുകൊണ്ട് പിന്നീട് അത് സെറ്റായി, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് അതിനൊപ്പം എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകളിലേക്ക് ആ പുതിയൊരു അറിവ് എത്തുകയാണ്. കൺസ്ട്രക്ഷൻ്റെ അറിവുകൾ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ അറിവുകളിലാണെങ്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പോകുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മൈക്കൽ ആഞ്ചലോൻ്റെ ഒക്കെയാണ് എന്തുണ്ട്, ഒരു ഏകദേശം കംപ്ലീറ്റ് പ്ലാൻ അദ്ദേഹത്തിൻ്റെ ആണ്. ഒരുപാട് കൺസ്ട്രക്ഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോ അത്യാവശ്യം അറിയപ്പെടുന്ന നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളാണ്. സോ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ ഒരു ഹോളി ഫീലിംഗ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേറൊരു എന്താ പറയുക, പീസ് ഓഫ് ആർട്ടാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ അല്ലാത്ത ഒരാൾക്ക് പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊരു ഹോളി ഫീലിംഗ് കിട്ടുന്നുണ്ട്. റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഹോളി ഫീലിംഗ് ആണ്. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കൊളോൺ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് കൊളോൺ കത്തീഡ്രൽ ഉണ്ട്. ഏകദേശം 600 വർഷം എടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കാനെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 600 വർഷം എടുത്തെങ്കിൽ പോലും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന സംഭവമാണ്. അതായത് ഈ കത്തീഡ്രൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും ഒരു എന്താ പറയുക, ഒരു ഭംഗിയിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഗോത്തിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആർക്കിടെക്ചറൽ ആസ്പെക്റ്റിൽ കാണുന്ന ആൾക്ക് അവർ യൂറോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണോ പഠിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതികളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. അതുപോലെ ബിസിനസ് ഓണേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബിസിനസ് ഓണേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് അവിടെ നിന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു രാജ്യങ്ങൾ പോകുന്ന സമയത്ത് ആളുകൾക്ക് ലാംഗ്വേജിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു രാജ്യമല്ല യഥാർത്ഥത്തിൽ നമ്മൾ രാജ്യത്ത് പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഉള്ളിൽ എന്താ വരുന്നത്, തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ബാച്ചലേഴ്സ് മാത്രം പോകുന്ന ഒരു പട്ടായ ടൂറിസം മാത്രമാണ് ആളുകൾക്ക് ഉള്ളിൽ വരുന്നത്. യഥാർത്ഥ തായ്ലൻഡ് അങ്ങനെ അല്ലല്ലോ. യഥാർത്ഥ തായ്ലൻഡ് ശരിക്കും ഫാമിലിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് ടൈഗർ ടോപ്പിയും അതുപോലെയുള്ള ഏരിയാസൊക്കെ വരുന്നതാണ്. ടൈഗർ ടോപ്പിയ, സഫാരി വേൾഡ്, ടൈഗറിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ഒരു കുട്ടിക്ക് ഏറ്റവും എന്താണ് അയാളുടെ ഒരു ഡ്രീം മൊമെൻ്റ് ആയിരിക്കും. അതേപോലെ ഡോൾഫിൻ്റെ ഷോ കാണാൻ പറ്റുന്ന ഡ്രീം മൊമെൻ്റ് ആയിരിക്കും. കൊറൽ ഐലൻഡ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ശരിക്കും ഒരു ഫാമിലിക്ക് ലോകത്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് തായ്ലൻഡ്. പക്ഷേ ആളുകളെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എന്താ എന്തോ ഒരു മോശപ്പെട്ട സ്ഥലം എന്നുള്ള രീതിയിലല്ല. ബാച്ചിലേഴ്സ് പോയാൽ ഓക്കെ, ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല, മോശമാണ്. ചില ബാച്ചിലേഴ്സ് തന്നെ പറയും നമ്മളിപ്പോൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ, അല്ല ഞാൻ തായ്ലൻഡ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കല്യാണാലോചനയൊക്കെ വരുമ്പോൾ പ്രശ്നം വരും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എൻ്റെ തന്നെ ഒരു കസ്റ്റമർ ഉണ്ട്, അയാൾ ബുക്ക് ചെയ്യില്ല, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തായിരുന്നു നമ്മൾ കണ്ടത്, നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ഒരു പാശ്ചാത്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ കൾച്ചർ എന്ന് പറയുന്ന കൾച്ചർ എന്തായിരുന്നു,
ഈ കൾച്ചർ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പല സ്ഥലങ്ങളിലും പറയും അവരെ കൾച്ചർ നല്ലതായിരുന്നു, ഇവരെ കൾച്ചർ അത് നല്ല കൾച്ചറാണോ മോശം കൾച്ചറാണോ, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കൾച്ചർ. നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ് ആ ക്യൂ നിൽക്കുന്നത്, പേയ്മെൻറ്റ് കൊടുക്കുന്നത്, വളരെ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സംഭവമാണ്. അതുപോലെ ഈ പറഞ്ഞ ക്ലാൻലിനെസ്സിൽ അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഇത്ര നേരം ഇപ്പോൾ യൂറോപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.